ഒഴുകിപ്പോയി എനിക്കറിയില്ല മന്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ വിഷ്ണു കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടിയെടുത്ത് നേരെ വിട്ടു. അങ്ങനെ ഇപ്പൊ 7-8 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളെ സ്ഥലത്തെത്തി. ഇത് കുറച്ച് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ യാത്രയാണ്. ഇതാ ഈ തോർത്തും പിടിച്ച് വരണേ കണ്ട. ഇവൻ ഇവിടെ വീട്ടിൽ ബാത്റൂമിൽ കുളിച്ചാലൊന്നും പോരാ, ഈ കാടും മലയും കയറി ഇവിടെ വന്ന് കുളിച്ചാലേ സമാധാനമാവുള്ളൂ. എന്തായാലും അവന്റെ ഒരു ആഗ്രഹമല്ലേ, പിന്നെ ഞാനും കൂടെ കൂടി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇവിടെ കുളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഇനി കുളിക്കേണ്ടി വരില്ല. ബട്ട് നമ്മൾ അവനൊരു ഹോപ്പ് കൊടുത്ത സ്ഥിതിക്ക് അവന്റെ ആഗ്രഹം സാധിക്കാതെ പോയി അത് ശരിയല്ലല്ലോ. നെക്സ്റ്റ് സേഫ് ആയിട്ടൊരു സ്പോട്ട് തേടി ഞാൻ നടന്നു, പുറകിൽ അവനും. അഡ്വഞ്ചർ യാത്രകളിൽ മുന്നോട്ടുള്ള വഴി സേഫ് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലം മുന്നോട്ട് വയ്ക്കരുത്. അതൊന്നും കാര്യമാക്കാതെ പോണതുകൊണ്ടാണ് നമ്മൾ ഇന്നും ന്യൂസിൽ പല ഇൻസിഡൻസും കാണാൻ ഇടയാവുന്നത്. ഫൈനലി അധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലെത്തി. ഒഴുകിപ്പോയി എനിക്കറിയില്ല മന്തു. അങ്ങനെ കുളി കഴിഞ്ഞിപ്പോ തിരിച്ച് വീട്ടിലെത്തി വിഷ്ണു ക്ഷീണം തീർക്കുകയാണ്. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഇനി നേരെ വണ്ടിയെടുത്ത് കാറ്റുകൊള്ളാൻ പോവാണ്. പാലക്കാടായതുകൊണ്ട് പിന്നെ കാടും മലയ്ക്കും ക്ഷാമമൊന്നും ഇല്ല. കാറ്റുകൊള്ളാൻ പോകാൻ അടുത്തുള്ള മല തന്നെ പിടിച്ചു. മലന്റെ മേളിൽ ഒരു രക്ഷയുമില്ല, ഫുള്ള് കാറ്റ്. എന്തായാലും വന്നതിൽ മുതലായി. ഇനി നേരെ വീട്ടിലോട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്പോട്ട് നിങ്ങൾ ഏതെങ്കിലും മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം.